ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് സെൽഫ് മോട്ടിവേഷൻ ആണ് കേട്ടോ, മറ്റാരല്ല നൂറ. സാധാരണ സാറ്റർഡേസ് ലൈവ് ഉണ്ടാവാറില്ല, ഇന്ന് ലൈവ് ഉണ്ടായിരുന്നു. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് നൂറ സെൽഫ് മോട്ടിവേഷൻ ആണ് കേട്ടോ. ഉറക്കമൊന്നുമില്ല, രാത്രിയൊക്കെ ഉറക്കമൊക്കെ വളരെ കുറവാണ്. ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊക്കെയാണ് കണ്ടത്. ഉറക്കം നഷ്ടപ്പെടും, കാരണം അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം. എങ്കിലും മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് സെൽഫ് മോട്ടിവേഷനാണ്. നൂറയാണ് ഇവിടെ നിൽക്കാൻ അർഹതയുള്ളതെന്ന് നൂറ സ്വയം പറയുക മാത്രമല്ല, മറ്റുള്ളവരെ ഇടയ്ക്കൊക്കെ ഇടിച്ച് താഴ്ത്താനും നോക്കുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ നിൽക്കുന്നത് PR കൊണ്ടാണ്, പക്ഷെ നീ PR കൊണ്ടല്ല നിൽക്കുന്നത്, ഇവിടെ അർഹത ഉള്ളത് കൊണ്ടാണ്. ടിക്കറ്റ് ടു ഫിനാലെ കളിച്ച് വിജയിച്ചു വന്നത് നീ മാത്രമാണെന്ന്. വിജയ് പിന്നെ ഒരാളല്ലേ ഉണ്ടാവുള്ളൂ, അതെന്ത് വർത്താനാണ് നൂറ് പറയുന്നത്? ഒന്നും അറിയാത്ത പോലെ ഒരാളെ വിന്നർ ഉണ്ടാവുള്ളൂ. എന്നാൽ നൂറയേക്കാൾ നന്നായിട്ട് കളിച്ച ഒരാളുണ്ട്, ആര്യനായിരുന്നു ടോപ്പ് 5 ഉണ്ടാകേണ്ട ഒരാൾ, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ വീടിനകത്ത് ഉണ്ടാകേണ്ട ഒരു കണ്ടസ്റ്റൻറ്റ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു ആര്യനായിരുന്നു. നൂറേക്കാളും ഡിസേർവിങ് ആയിട്ടുള്ളത് ആര്യൻ തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയമല്ല. പക്ഷെ നൂറ പറയുന്നത് നൂറയാണ് അവിടെ ഉണ്ടാവേണ്ടത്, കപ്പടിക്കാനും അർഹത ഉള്ളത് എനിക്ക് തന്നെയാണ്, പക്ഷെ എനിക്ക് കിട്ടില്ല, എനിക്കറിയാം PR കളിയാണെന്ന്. ഈ ഞാൻ PR കൊടുത്തിട്ടല്ല വന്നേക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കിട്ടില്ല എന്നൊക്കെ ഇപ്പോഴും, അതായത് അവസാന നിമിഷവും പ്രേക്ഷകരുടെ മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയാനും വേണം കേട്ടോ ഒരു ധൈര്യം. ഇത്രയും നാൾ പിടിച്ചു നിർത്തിയത് പ്രേക്ഷകരല്ലേ. ഒരുപാട് ഹേറ്റേഴ്സ് വാങ്ങിക്കൊണ്ടാണ് അവർ വീടിനകത്തേക്ക് കയറിയത്. അതിനൂറ് പറയുന്നുണ്ട് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്ന്. എന്നാൽ വീടിനകത്ത് വന്ന് എന്താണ് തങ്ങളെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രേക്ഷകർ കൂടെ നിൽക്കുമായിരുന്നു, കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും നാളെ നൂറ് നിന്നത്. എന്നാൽ അവസാന നിമിഷം തനി സ്വഭാവം കാണിക്കാന്നൊക്കെ പറയില്ലേ, അതൊക്കെ കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ നൂറൊക്കെ ഒരു പേടി പോലെ വന്നത്. അപ്പോൾ നൂറ പറയുന്നുണ്ട് ഇത്രയും ഡിസേർവിങ് ആയിട്ടുള്ളത് ഞാനാണ് കപ്പടിക്കേണ്ടത്, ടോപ്പ് 5 ഞാനാണ് എത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരുടെ മനസ്സിൽ പറയുകയാണ്. സെൽഫ് മോട്ടിവേഷൻ പോലെയാണ്, അത് തന്നെയാണ് വേണ്ടത്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളല്ലാതെ പിന്നെ ആരാളെ. സെൽഫ് മോട്ടിവേഷൻ സെൽഫ് ലവ് ഒക്കെ ആണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ അതിൻ്റെ ഇടയിൽ മറ്റുള്ളവരെ കുത്തേണ്ട ആവശ്യമുണ്ടോ? അനുമോളോട് എന്താ ഇവർക്ക് ഇത്രയ്ക്ക് വൈരാഗ്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അനുമോൾ കൂടെ നിന്നിട്ടേ ഉള്ളൂ ഇവരുടെ എല്ലാ കാര്യത്തിനും. കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നുണ്ട് ഇവർക്ക് ഇവരുടെ വീട്ടിൽ കയറ്റാത്തതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ പെറുപ്പങ്ങളെ കാണാനായിട്ട് പറ്റുന്നില്ല, അപ്പോൾ അതിനുവേണ്ടി പോകണം. അപ്പോൾ അനുമോളും കൂടി പോയിട്ട് ദുബായിൽ പോയി പറഞ്ഞ് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ പോയി അവർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ലൈഫിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പ്ലാനിനെ കുറിച്ചൊക്കെ അവർ അനുമോളോട് ചോദിച്ചിട്ടുണ്ട്. അനുമോൾ പറഞ്ഞു കൊടുത്തു. പിന്നെ അവർക്ക് എന്തെങ്കിലും ഇനോഗ്രേഷൻസും വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൊക്കെ വരുമ്പോൾ തരണം എന്നൊക്കെ പറഞ്ഞ് മാക്സിമം അനുമോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത്. എന്നിട്ടും അവസാന ഘട്ടം എത്തിയപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് നിന്നത്? കള്ളമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. കാരണം നൂറ തന്നെ ആ ടിഷ്യൂ പേപ്പർ ഇന്നലെ എടുത്തുകൊണ്ടുപോയി കളയുന്നുണ്ടായിരുന്നു. അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, പക്ഷെ അത് ബിഗ് ബോസ് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അവർ അനുഭവിക്കാൻ പോകുന്ന സൈബർ ബുള്ളിംഗ് ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ എപ്പിസോഡിൽ എല്ലാ കാര്യങ്ങളും കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. എങ്കിൽ പോലും കാണിക്കാൻ പറ്റുന്നത് പരമാവധി ബിഗ് ബോസ് ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. എപ്പിസോഡിലാണെങ്കിലും ലൈവിലാണെങ്കിലും അനുമോൾ 100% പ്യുവർ ആണ് എന്നുള്ള രീതി തന്നെയാണ് ബിഗ് ബോസ് അത് കാണിച്ചിരിക്കുന്നത്. ലൈവിൽ ബിഗ് ബോസ് പുറത്ത് വിട്ടിട്ടുണ്ട് നൂറ് കൊണ്ടുപോയി ആ പേപ്പർ കളയുന്നത്, ടിഷ്യൂ പേപ്പർ കളയുന്നത്. ഒരുപക്ഷെ ബിഗ് ബോസിനെ ഹൈഡ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ സേഫ് ആക്കി വെക്കണം, ബിഗ് ബോസ് കാണിക്കുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അത് ലൈവിലും കാണിക്കാതിരിക്കാമായിരുന്നു. ഇല്ല, എന്തൊക്കെ ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നു അതിൻ്റെ കൂടെ ഇതുകൂടി കട്ട് ചെയ്യുക. പക്ഷേ ബിഗ് ബോസ് അത് കറക്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. അതെന്തായാലും അത് പുറത്ത് വിടുകയും ചെയ്തു, പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോൾ എല്ലാ പ്രേക്ഷകർ അറിഞ്ഞു ആ തെളിവ് നശിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ. ഇതിനൊരു ക്ലാരിഫിക്കേഷൻ നടത്താനായിട്ട് ഇനി ലാലേട്ടൻ വരുന്നില്ല. സാധാരണ പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന ഇത്തരം ഡൗട്ടുകളും കാര്യങ്ങളും ലാലേട്ടനാണ് വന്നിട്ട് ക്ലിയർ ചെയ്ത് തരുന്നത്. എന്നാൽ ഈ ആഴ്ച ലാലേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ഇമാതിരി സംസാരമൊന്നും ആയിരിക്കില്ല. ഇതൊക്കെ അതിനുള്ളൊരു മൂഡായിരിക്കില്ലല്ലോ, സെലിബ്രേഷൻ മൂഡല്ലേ. എന്നാൽ പ്രേക്ഷകരുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും, ഡൗട്ട് ക്ലിയർ ചെയ്യണം. അതിന് ബിഗ് ബോസിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തെളിവ് പുറത്ത് വിട്ടിട്ടുണ്ട്. വീണ്ടും പ്രേക്ഷകരുടെ കണ്ണിൽ പൊടി ഇടുന്ന രീതിയിലാണ് കേട്ടോ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, അല്പസമയത്തിനുള്ളിൽ തന്നെ എവിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മിറർ ടാസ്ക് ആണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങൾ ഈ ചാനലുണ്ടാകും. ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.